ഗൈസ്, അങ്ങനെ ഞാൻ ഇന്ന് നൈറ്റ് സ്വിഗ്ഗി ഓടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമ്മൾ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. 10.8 കിലോമീറ്റർ നമ്മൾ ഓടി. അപ്പോൾ ഇന്ന് ചാർജ് ഫുള്ളാക്കാൻ പറ്റിയില്ല. 71% എനിക്ക് ബാക്കിയുള്ളത്. 75 കിലോമീറ്റർ ഓടും. അപ്പം ഞാനിപ്പോൾ ടൈം ഇപ്പോൾ 6:34 ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓൺലൈൻ ആകുമ്പോൾ 2 ഷിഫ്റ്റ് നമുക്ക് കയറാം. നമുക്ക് പക്ഷേ ഇൻസെൻറ്റീവ് കിട്ടില്ല. എൻ്റെ ഇൻസെൻറ്റീവ് സമയം 11 to 4 ആണ്. അപ്പോൾ ആ സമയത്ത് കയറാത്തത് കൊണ്ട് എനിക്ക് ഇൻസെൻറ്റീവ് ഇല്ല. ഓർഡർ ഏണിങ്സ് മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഓൺലൈൻ ആവാം. അപ്പോൾ ഷിഫ്റ്റ് ബുക്കിംഗ് ഈ ഇൻസെൻറ്റീവ് നോക്കണ്ട. നമ്മൾ നൈറ്റ് കയറിയിട്ട് ആ ഇൻസെൻറ്റീവ് കിട്ടില്ല. ഷിഫ്റ്റ് ബുക്കിംഗ് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് കയറേണ്ടത് 4 to 7, 7 to 11. ഓക്കെ, ബുക്ക് ചെയ്തു. ഇനി ഗോ ഓൺലൈൻ കൊടുത്തു. അപ്പോൾ ഇതാ ഇനി ബുക്കിന് ഗോ ഓൺലൈൻ. ഓക്കെ, ഓൺലൈൻ ആയിട്ടുണ്ട്. ഇപ്പോൾ അതാ ഓൺലൈൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓർഡർ അടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഫസ്റ്റ് ഓർഡർ അടിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് പൂജപ്പുരയെന്നാണ് അടിച്ചത്. ഈ സ്റ്റോപ്പിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് 7.2 കിലോമീറ്ററാണ് പോകേണ്ടത്. 44 രൂപയും 11 രൂപ റിട്ടേൺ ആണ് കിട്ടിയിട്ടുള്ളത്. നോക്കൂ, 1 മണിക്കൂറും 41 മിനിറ്റുമായി. ഇപ്പം 112 രൂപയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഭയങ്കര ശോകമാണ്. ഒരു ഓർഡർ പോലും അടിക്കുന്നില്ല. 1 മണിക്കൂറായിട്ട് പോസ്റ്റാണ്. നമുക്ക് 2 ഓർഡറാണ് ആകെ അടിച്ചത്. ഇതിൽ 3 മണിക്കൂർ 1 റിട്ടേണാണ്. ആദ്യത്തെ ഓർഡർ 53 രൂപ, അതിൻ്റെ റിട്ടേൺ 14 രൂപ കിട്ടിയത്. പിന്നെ 45 രൂപ അടിച്ചു. ഇത്രയാണ് ആകെ കിട്ടിയ ഓർഡർ. 2 മണിക്കൂർ ആവാൻ പോകുന്നു. അപ്പോൾ ശോകമാണ് ഗൈസ്, ശോകമാണ് ഗൈസ്. നമ്മളിതെല്ലാം പ്രതീക്ഷിച്ച് വേണം നമുക്ക് ഇതിനു വേണ്ടി ഇറങ്ങേണ്ടത്. കാരണം എല്ലാ ദിവസവും നമുക്ക് ഓർഡർ കിട്ടില്ല. കാരണം പോസ്റ്റ് ആയിരിക്കും, അതിൽ മിക്ക ദിവസവും പോസ്റ്റ് ആയിരിക്കും. ഗൈസ്, ഞാനങ്ങനെ നിർത്തുകയാണ് ഗൈസ്. ഓർഡറൊന്നും കിട്ടുന്നില്ല. ഇപ്പോൾ നമുക്ക് നിലവിൽ 4 ഓർഡറാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ 2 മണിക്കൂർ വർക്ക് ചെയ്തത്. 137 രൂപ, അതിൽ 20 രൂപ ടിപ്പ്. അങ്ങനെ 106 രൂപയ്ക്കാണ് ഞാൻ വർക്ക് ചെയ്തത്. ഇനി 11 രൂപ TDS പോകും. 106 രൂപ. അങ്ങനെ ഞാൻ ഗൈസ് നിർത്തുകയാണ്. ഓഫ്ലൈൻ കൊടുത്തു. അപ്പം ഔട്ട് ഹൗസ് ആണെന്നും പറഞ്ഞ് കാണിക്കുകയാണ്. പക്ഷേ ഇവിടെ ഹൈ ഓർഡറിനൊക്കെ ഉണ്ട്, പക്ഷേ ഒരു ഓർഡറും അടിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ കിട്ടിയ രൂപ എന്ന് പറയുന്നത് 137 രൂപയാണ്. അതിൽ 11 രൂപ TDS പോകുമ്പോൾ 126 രൂപ എനിക്ക് കിട്ടും. അതേപോലെ തന്നെ ഫ്ലോട്ടിംഗ് ക്യാഷ് എൻ്റെ കയ്യിൽ 518 രൂപയുണ്ട്. അപ്പോൾ 518 രൂപയിൽ നിന്ന് ഈ 126 രൂപ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. ബാക്കി നമ്മൾ ഒന്നുകിൽ സ്വിഗ്ഗിക്ക് എങ്ങോട്ട് അടയ്ക്കണം, അല്ലെങ്കിൽ നമ്മൾ ഓടി നമുക്ക് കിട്ടുന്ന ഇതിൽ മൈനസാണ്. ഓക്കെ, ഇത് ഫ്ലോട്ടിംഗ് ക്യാഷ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ നമ്മുടെ കയ്യിൽ ക്യാഷ് തരില്ല. അത് ഫ്ലോട്ടിംഗ് ക്യാഷാണ്. നമ്മൾ ജോലി ചെയ്യുന്നതിനനുസരിച്ച് നമ്മളെ എമൗണ്ട് ഇതിൽ നിന്ന് കുറയും, അല്ലെങ്കിൽ സ്വിഗ്ഗിക്ക് എങ്ങോട്ട് അടയ്ക്കണം. അതാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നിർത്തുന്നു. ഇനി ജില്ലയിലോട്ട് പോയ ഒരു 8 കിലോമീറ്ററും കൂടെ ഉണ്ട്. അപ്പോൾ ശരി എന്നാൽ. അപ്പോൾ വണ്ടി 52% ബാക്കിയുള്ളത്. ഇനി 53 കിലോമീറ്റർ ഓടും. അപ്പോൾ ശരി എന്നാൽ. അപ്പോൾ ഗുഡ് നൈറ്റ്.